أعوذ بالله السميع العليم من الشيطان الرجيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമുക്ക് അസംഖ്യം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. അത് ചില സ്ഥലങ്ങളുടെ, ചില സമയങ്ങളുടെ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ആ സമയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ആരാധനകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകും. ചില സ്ഥലങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ആരാധനകൾക്ക് പ്രത്യേകമായ പ്രതിഫലം അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷായുസ്സിൽ നേടിയെടുക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരുണ കാണിച്ചിട്ടുണ്ട്. ചില നേരങ്ങളിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ അതെന്തായാലും അവൻ സ്വീകരിക്കുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം സമയങ്ങളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ പ്രതിഫലവും അതിന്റെ ശ്രേഷ്ഠതയും നിശ്ചയിക്കുവാനുള്ള അധികാരാവകാശം അത് അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അതവന്റെ റുബൂബിയത്തിന്റെ ഭാഗമാണ്. അല്ലാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയപ്പെട്ട വിധത്തിലുള്ള സമയങ്ങളുടെ, സ്ഥലങ്ങളുടെയൊക്കെ ശ്രേഷ്ഠത നിശ്ചയിക്കുവാനുള്ള അധികാരവും അവൻ റബ്ബാണ് എന്നതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഏറെ ശ്രേഷ്ഠകരമായ ചില പകലുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദുനിയാവിലെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 പകലുകളാണ് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അക്കാര്യം ബോധ്യപ്പെടുത്തിയതായി കാണാം. അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ദിനങ്ങളിൽ, പകലുകളിൽ അതിശ്രേഷ്ഠമായ പകലുകൾ അത് ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ പകലുകൾ, 10 പകലുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വൽ ഫജ്ർ വലയാലിൻ നശ്ർ എന്ന് പറയുന്ന ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിലും മഹാരഥന്മാരായ സ്വഹാബ കിറാം അടക്കമുള്ള സ്വഹാബികളിലെ ഖുർആൻ പണ്ഡിതന്മാരായ ആളുകൾ, സ്വഹാബികളിൽ നിന്ന് നേർക്കുനേരെ ഖുർആൻ പഠിച്ചിട്ടുള്ള താബിഈകൾ, അവരിലെ തന്നെ പല പ്രമുഖരും ഈ പറഞ്ഞ ആയത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഇവിടെ വൽ ഫജ്ർ, ഫജ്ർ പുലരി തന്നെയാണ് സത്യം, വലയാലിൻ നശ്ർ 10 പകലുകൾ, അവിടെ പകലുകളാണ് ഉദ്ദേശം. 10
പകലുകളും തന്നെയാണ് ഉദ്ദേശ്യം എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അതേപോലെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാ തുടങ്ങിയ സ്വഹാബികളിലെയും താബിഈകളിലെയും പെട്ട പണ്ഡിതന്മാർ ഇവിടെ ലയാലുൻ നശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 പകലുകളാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അങ്ങനെ പറയുമ്പോൾ ആ വ്യാഖ്യാനത്തിനൊരു ആധികാരികത കൂടിയുണ്ട്. അല്ലാഹുവേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് നീ ഖുർആൻ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ലഭിച്ച ആളാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലയെ കുറിച്ച് പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം മുതൽ 3 തവണ മുഴുവനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഖുർആൻ പഠിച്ച മഹാനാണ് മുജാഹിദ് റഹിമഹുല്ല. അപ്പൊ അദ്ദേഹം വലിയ ഖുർആൻ പണ്ഡിതനാണ്. അവരെല്ലാം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 പകലുകളാണ് എന്നാണ്. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന ചില സംശയങ്ങളുണ്ട്. അപ്പോൾ റമദാനിലെ ദിനങ്ങളല്ലേ, റമദാനിലെ അവസാനത്തെ നാളുകളല്ലേ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കടന്നു വരാം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 പകലുകളും, രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠം റമദാനിൽ അവസാനത്തെ 10 രാവുകളുമാണ് എന്നാണ് ഈ വിഷയത്തിലുള്ള സംശയ ദൂരീകരണം നടത്തിക്കൊണ്ട് മഹാനായ ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഈ ദിനങ്ങളിൽ നാം നിർവഹിക്കുന്ന ആരാധനകൾ അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ആരാധനകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ദിനത്തിന് ഇത്ര ശ്രേഷ്ഠത കൈവരാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഈ വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾക്ക് ഇത്രമേൽ ശ്രേഷ്ഠത വരുവാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഉമ്മഹാത്തുൽ ഇബാദത്തുകൾ മുഴുവനും സജീവമാകുന്ന കാലമാണ്. അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഇബാദത്തുകൾ മുഴുവനും സജീവമാകുന്ന കാലമാണ് ഈ ആദ്യത്തെ 10 പകലുകൾ. അതിൽ സ്വയാം, നോമ്പ്, ഈ 10 ദിവസം നമുക്ക് നോമ്പനുഷ്ഠിക്കാം. 9 ദിവസവും നോമ്പനുഷ്ഠിക്കാം. ദുൽഹിജ്ജ 10 പിന്നെ നോമ്പ് ഹറാമാണ്, പെരുന്നാളാണ്. 9 ദിവസവും നോമ്പനുഷ്ഠിക്കാം. അതേപോലെ അതിൽ ഹജ്ജുണ്ട്, ഈ മാസത്തിൽ ഹജ്ജുണ്ട്. ഹജ്ജിന്റെ ഭാഗങ്ങൾ തുടങ്ങുന്നത് നമുക്കറിയാം, ദുൽഹിജ്ജ 8-നാണ് ഹജ്ജിന്റെ തുടക്കം. അതേപോലെ സ്വഹാബത്ത് കൂടുതലായി ദാനധർമ്മം ചെയ്തിരുന്നു. അവർ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ദിക്റുകൾ ധാരാളമായി അവർ ചെയ്തിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമയുടെ ഹദീസിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില അസറുകളിൽ നമുക്ക് കാണാം, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 പകലുകളിൽ വളരെ കൂടുതലായി അദ്ദേഹം തക്ബീറുകൾ ചൊല്ലിയിരുന്നു. ഇതൊക്കെ വിശുദ്ധ ഹദീസുകളുടെ പിൻബലമുള്ള കാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ്. ഈ ഒരു 10 ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം. അള്ളാഹു ഏറെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അടിമകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന നാളുകളാണ്
ഈ 10 നാളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അൽ അമലുസ് സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ദീനിൽ സ്ഥിരപ്പെട്ട എല്ലാ സൽക്കർമ്മങ്ങളും വരും. ചില ആളുകൾ പറയാറുണ്ട്, ഇവിടെ നോമ്പ് 1 മുതൽ 9 ദിവസം വരെ നോമ്പനുഷ്ഠിക്കുന്നത്, ദുൽഹിജ്ജ മാസത്തിൽ അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് ശരിയല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാറുണ്ട്. ഇവിടെ അൽ അമലു സ്വാലിഹ് എന്ന് പറയുന്നതിന് അതിനെ നോമ്പിനെ മാറ്റി നിർത്താൻ രേഖയൊന്നുമില്ല. അമലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അത് നോമ്പ് പെടില്ലെന്ന് ആര് പറഞ്ഞു? അമലു സ്വാലിഹത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നോമ്പടക്കമുള്ള ഇബാദത്തുകൾ ഉൾപ്പെടും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 9 ദിവസത്തെ നോമ്പിനെ കുറിച്ച് പരാമർശിച്ചതായി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 4 മദ്ഹബിന്റെ ഇമാമുകൾ, അല്ല ഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകളും അവർക്കിടയിലും തർക്കമില്ലാത്ത കാര്യമാണ് ഈ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് പുണ്യകരമാണ് എന്നത്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ്, 2ാം ശാഫിഈ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് പ്രത്യേകം പറഞ്ഞു, ഈ നാളുകളിൽ നോമ്പ് ശ്രേഷ്ഠമാണ്, പ്രത്യേകിച്ച് അറഫ നോമ്പ് അതിശ്രേഷ്ഠമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ നാളുകളിൽ ചെയ്യുന്ന ഇബാദത്തുകൾ അത് എല്ലാം ശ്രേഷ്ഠമാണ്, അതിൽ നിന്ന് നോമ്പിനെ മാറ്റി നിർത്താൻ രേഖയൊന്നുമില്ല എന്നാണ് സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഏതാനും ഇതുമായി ബന്ധപ്പെട്ട ചില പണ്ഡിതന്മാരുടെ വാചകങ്ങൾ സൂചിപ്പിച്ചത്, അവർ പറഞ്ഞ വാചകങ്ങളുടെ ആശയങ്ങൾ സൂചിപ്പിച്ചത്. അപ്പൊ ഈ ദിനങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകൾ ഈ നാളുകളിൽ ഈ ലഭ്യമായ പരിമിതമായ ഈ സമയത്ത് അത് നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണമല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ ഈ കാലങ്ങളിൽ ഈ 10 പകലുകളിൽ നിർവഹിക്കപ്പെടുന്ന ഇബാദത്ത് അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ജിഹാദ് പോലും അതിന് തുല്യമാകുകയില്ലയോ എന്നാണ് സ്വഹാബികൾ ചോദിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ഇബാദത്തുകൾക്ക് ജിഹാദ് പോലും സമമല്ല. ഒരു ജിഹാദ് ഒഴികെ ഒരാൾ അവന്റെ ശരീരവും അവന്റെ ധനവുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതാൻ ഇറങ്ങുകയും അങ്ങനെ അവന്റെ ജീവനും അവന്റെ സമ്പത്തും മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച്, ജീവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച്, അവന്റെ ധനം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് ആ രീതിയിൽ ഷഹാദത്ത് കൈവരിച്ച ഒരാൾക്കല്ലാതെ ഇതിനെ മറികടക്കാൻ സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹ ഹദീസിൽ നമുക്ക് കാണാം. ജിഹാദിന്റെ ശ്രേഷ്ഠത നമുക്കറിയാം, ഒരു മുജാഹിദിന്റെ ശ്രേഷ്ഠത നമുക്കറിയാം, ഒരു രക്തസാക്ഷിയുടെ ശ്രേഷ്ഠത നമുക്കറിയാം. ശത്രുവിന്റെ വെട്ടേറ്റ് ആദ്യ തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുന്നതോടുകൂടെ രക്തസാക്ഷിയുടെ മുഴുപാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറയുന്ന അത്രമേൽ വലിയ വിധാനത്തിലേക്ക് എത്തിച്ചേരുന്നവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിത്വം വരിക്കുന്ന ആൾ. ആ ജിഹാദിന് പോലും ചില രൂപങ്ങളിൽ ആ ജിഹാദിന്റെയും മേലെയാണ് ഈ ദിനങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ആരാധനകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ലഭ്യമായ ഈ സന്ദർഭം പരമാവധി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, ഖുർആൻ പാരായണത്തിന്റെ വേഗത കൂട്ടാൻ, നമ്മൾ നിലവിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദിക്റുകൾ, ആ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ, സദഖയും ദാനധർമ്മവും തുടങ്ങിയ സുഹൃതങ്ങളുടെ അതിന്റെ ഗ്രാഫ് ഉയർത്താൻ നമ്മൾ ശ്രമിക്കുകയും അതിന് സമയം കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് സലഫു സാലിഹീങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഏറെ ഫലപ്രദമായി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്ന് അവരുടെ ചരിത്രങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ദിനത്തിൽ പ്രത്യേകമായി നമ്മൾ ഒരുങ്ങേണ്ടുന്ന, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുള്ള ബലികർമ്മം, അത് ഈ ദിനങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബലികർമ്മവുമായി ബന്ധപ്പെട്ടും ഈ സന്ദർഭങ്ങളിൽ ഏറെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ജീവിതമാണ് അതിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്.
അള്ളാഹുവിനോടുള്ള സമർപ്പണമാണ്, ത്യാഗമാണ്, വിശ്വാസമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയില്ല. സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അതേപോലെ വിശ്വാസം, അള്ളാഹുവിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾ, അള്ളാഹുവിന് വേണ്ടി സകലതും സമർപ്പിക്കൽ, ഇതൊക്കെ പരസ്പരം പൂരകമാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. ത്യാഗം വേറെ, ഈമാൻ വേറെ, അങ്ങനെ പറയുക സാധ്യമല്ല. വിശ്വാസം ഇടത്തോട്ട് പോകുന്നു, എന്റെ കർമ്മങ്ങൾ വലത്തോട്ട് പോകുന്നു, അങ്ങനെയില്ല. ഇത് രണ്ടും ഒന്നിച്ച് സമരസപ്പെട്ട് പോകുന്ന കാര്യമാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് മാറ്റി നിർത്തുക സാധ്യമല്ല എന്നതാണ് ഇത് തമ്മിലുള്ള ബന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ത്യാഗമാണ്. ഈമാനുള്ള ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പനകൾ നിർവഹിക്കാൻ ഒരു വിശ്വാസി സദാ സന്നദ്ധനാകും. അതവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ബലി വിശ്വാസത്തിന്റെ ഭാഗമാണ്. ബലി എന്ന് പറയുന്നത് കേവലം ഒരു ഉരുവിനെ അറുക്കൽ മാത്രമല്ല. അതല്ല ബലിയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ബലിയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, അല്ലാഹുവേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തും നിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രായോഗികമായ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ബലിയുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ബലികർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും, ഓരോ ബലിപെരുന്നാളിൽ നമ്മൾ ധാരാളം മൃഗങ്ങളെ അറുക്കുന്നു. ഓരോ മൃഗങ്ങളെ അറുക്കുമ്പോഴും, ഓരോ ബലിപെരുന്നാൾ പിന്നിടുമ്പോഴും നമ്മുടെ ഈമാനിന് കട്ടിയും ഘനവും കൂടേണ്ടതുണ്ട്. നമ്മുടെ ത്യാഗത്തിന് ബലമുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഈമാനിന് കരുത്തുണ്ടാകേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ബലിയറുത്തതിനേക്കാൾ ഇപ്രാവശ്യം ബലിയെറുക്കുമ്പോൾ നമ്മുടെ ഈമാൻ ഉയരണം. അതാണ് ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവന് വേണ്ടി പ്രിയപ്പെട്ടതെല്ലാം സമർപ്പിക്കുക എന്നാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവാണ്. മറ്റെന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവാണ്. ആ അല്ലാഹ് പറയാണ്, നീ ബലികർമ്മം നിർവഹിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അതാണല്ലോ ഉള്ളത്. ഞാനത് വിശദമായി പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി പറയാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പതിറ്റാണ്ടുകൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. ആ കുഞ്ഞ് വളർന്നു വലുതായി തന്റെ കൂടെ തന്നെ സഹായിക്കുവാനുള്ള ഒരു പ്രായമെത്തിയപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നു. ഈ കുഞ്ഞിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലികർമ്മം നിർവഹിക്കണമെന്ന്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു മനുഷ്യൻ എന്ന നിലക്ക് സ്വാഭാവികമായും പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അദ്ദേഹം മാറ്റി നിർത്തുന്നു. ഈ കുഞ്ഞിന്റെ ജീവനേക്കാൾ എനിക്ക് വിലപ്പെട്ടത് എന്റെ റബ്ബിന്റെ കൽപ്പന പാലിക്കുന്നതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം മകനെ അറുക്കാൻ തയ്യാറാകുന്നു. ആ ഇളം കഴുത്തിൽ മിന്നുന്ന കടാര വെക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാധിച്ചത് ആ ഈമാനിന്റെ കരുത്താണ്, ആ ഈമാനിന്റെ ബലമാണ്. അങ്ങനെയുള്ള ഈമാനിന്റെ ബലം, ഈമാൻ ഉണ്ടാക്കുന്ന കരുത്ത് ബലിയിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കണമെന്നതാണ് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും സമാനമായ ത്യാഗം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം നിന്നുകൊടുക്കുന്നു. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നു. ഇത് മുഷാവറക്ക് വേണ്ടിയുള്ള ചോദ്യമല്ല, നമുക്ക് കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നല്ല, ഒരു അറിയിപ്പാണ്. നിന്നെ അറുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിതാ വഹി നൽകിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്. ഈ സ്വപ്നമാകുന്ന വഹിയിലൂടെ നിന്നെ അറുക്കണമെന്ന് അല്ലാഹു തആല പറയുന്നു. എന്താണ് നിന്റെ അഭിപ്രായം? വാപ്പാ കൊത്ത മകൻ അദ്ദേഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ബത്തിഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അല്ലാഹു തആല എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തുകൊള്ളുക. ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാം, ഞാനൊരു ക്ഷമകേടും കാണിക്കില്ല.
അല്ല കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് നിർവഹിക്കാം, എനിക്കതിൽ പൂർണ്ണ സമ്മതമാണ് എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സമർപ്പണ മനസ്സിനെ കുറിച്ച് ചില മുഫസ്സിറുകൾ, മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ആ വാചകങ്ങൾ വായിച്ചാൽ അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന്റെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ, അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ ആഴവും പരപ്പും നമുക്ക് ബോധ്യപ്പെടും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നത്, അറുക്കുവാൻ കൊണ്ടുപോകുമ്പോൾ, അറുക്കാൻ കിടത്തുന്നതിന്റെ മുന്നോടിയായി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, എന്നെ നിങ്ങൾ അതിശക്തമായി കെട്ടിമുറുക്കണം, ശക്തമായി കയറുകൊണ്ട് ശക്തമായി കെട്ടണം. അതെന്തിനാ? ഞാൻ വല്ലാതെ പിടഞ്ഞു പോകാതിരിക്കാൻ, എന്റെ ജീവൻ വല്ലാതെ പിടയാതിരിക്കാൻ. പിന്നെ അദ്ദേഹം പറയുന്നത്, എന്നെ അറുക്കുമ്പോൾ എന്റെ രക്തം നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് തെറിക്കും. അങ്ങനെ എന്റെ രക്തം നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് തെറിക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്റെ രക്തം നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് തെറിച്ച് ആ രക്തം എന്റെ ഉമ്മ കാണുമ്പോൾ, എന്റെ ഉമ്മ ഹാജർ ആ രക്തം കാണുമ്പോൾ അവർക്ക് സങ്കടമാകും, പ്രയാസമാകും. അതുകൊണ്ട് എന്റെ ഈ ഇളം രക്തം നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് തെറിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വാപ്പയോട് പറയുന്നു. കത്തിക്ക് നല്ല മൂർച്ച കൂട്ടണം. കത്തിക്ക് മൂർച്ച കൂട്ടിയാൽ എന്റെ ജീവൻ എത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ബലിയർക്കപ്പെട്ടതാകുമല്ലോ. മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കണം എന്ന് അദ്ദേഹം പറയുന്നു. എന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കരുത്, മുഖത്ത് നോക്കി അറുക്കരുത്. എന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ അറുത്തു കഴിഞ്ഞാൽ ഒരു മകനോട് വാപ്പാക്കുണ്ടാകുന്ന കാരുണ്യം നിങ്ങളെ പിടികൂടും. ഒരു പക്ഷേ ദൗത്യ നിർവഹണത്തിൽ നിന്ന് നിങ്ങൾക്ക് പിറകോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായെങ്കിലോ എന്ന് അദ്ദേഹം ശങ്കിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മകൻ പറഞ്ഞതായി ഇമാം ഖുർത്തുബി റഹിമഹുല്ല വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളുടെ വ്യാഖ്യാന വേളയിൽ പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ വലിയ ത്യാഗമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള ത്യാഗത്തിന്റെ ഒരു സ്റ്റേജിലേക്ക് ഉയരാനാണ് നമ്മളും ബലികർമ്മം നിർവഹിക്കുന്നത്. ഇന്ന് നമ്മൾ ബലികർമ്മം നിർവഹിക്കുമ്പോൾ ഈ വിധത്തിലുള്ള ഒരു ത്യാഗം, ആ ത്യാഗ മനസ്ഥിതിയൊക്കെ മനസ്സിൽ കടന്നു വരാറുണ്ടോ എന്ന് ആലോചിക്കുക. പലപ്പോഴും ബലികർമ്മം നിർവഹിക്കുന്ന മൃഗത്തെ നമ്മൾ കാണുന്നത് പോലും അറുക്കുന്ന സ്ഥലത്ത് വെച്ചായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും അതിനൊക്കെ വാങ്ങി നന്നായി കുറച്ച് ദിവസമൊക്കെ വളർത്തി അതിനോടൊക്കെ ഒരു സ്നേഹമൊക്കെ ഉണ്ടായി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ത്യാഗത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക. ആ ഒരു ത്യാഗം, ആ വിധത്തിലുള്ള ത്യാഗം നിർവഹിക്കാതെ ഒരാൾക്കും സ്വർഗം നേടുക സാധ്യമല്ല എന്നാണ്. ബലിയടക്കമുള്ള പുണ്യകർമ്മങ്ങൾ, സുഹൃതങ്ങൾ അത് പ്രവർത്തിക്കാതെ ഒരാൾക്കും പുണ്യം നേടാൻ അഥവാ സ്വർഗം നേടാൻ സാധ്യമല്ലെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഞാനിവിടെ പാരായണം ചെയ്ത് കേൾപ്പിച്ച സൂറ ആലു ഇമ്രാന്റെ 92-ാമത്തെ വചനം ഇത് സംബന്ധമായുള്ള കാര്യമാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ നിങ്ങൾക്ക് ബിർറ് നേടുക സാധ്യമല്ല. ബിർറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ്. സ്വർഗം നിങ്ങൾക്ക് കിട്ടണോ, നമുക്ക് സ്വർഗം ലഭിക്കണമോ, നമ്മൾക്ക് ഏതാണോ ഏറ്റവും പ്രിയങ്കരം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഈ ആയത്ത് അവതരിച്ചപ്പോൾ മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മസ്ജിദുൻ നബവിയുടെ അതിനോട് അഭിമുഖമായി നിൽക്കുന്ന ബൈറുഹ എന്ന് പറയുന്ന ഈത്തപ്പനത്തോട്ടമാണ് എന്റെ ധനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം. ആ ധനം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതാ സദഖ ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടത് നിർമ്മം ചെയ്തെങ്കിലേ സ്വർഗം ലഭിക്കും. എന്നാ മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയും പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ഈ ആയത്ത് അവതരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ സ്ത്രീയെ ഞാൻ സ്വതന്ത്രയാക്കി വിട്ടു. സലഫുകളെ കുറിച്ച് പറയുന്നത്, ഒരു വസ്തുവിനോട് അവർക്ക് അതിയായ ഇഷ്ടം തോന്നിയാൽ ആ വസ്തുവിനെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാറായിരുന്നു അവരുടെ സ്വഭാവം എന്നാണ്. അപ്പൊ ഈ വിധത്തിലായി മാറാൻ നമുക്ക് കഴിയണം. മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്നെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള
സമാനമായ ത്യാഗം അദ്ദേഹം നിർവഹിച്ചതായി കാണാം. സൂറത്ത് തൗബയിലെ 41-ാമത്തെ വചനം അവതരിച്ചപ്പോൾ അതെങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാണ്. ഇതിന്റെ അവതരണത്തിന് കുറെ കാലശേഷമാണ്. സൂറത്ത് തൗബയിലെ 41-ാമത്തെ വചനത്തിൽ ഇൻഫിറൂ ഖിഫാഫൻ വതിഖാലാ, നിങ്ങൾ പ്രായമുണ്ടാകുമ്പോഴും അല്ലാത്ത വേളയിലും ഒക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടണമെന്ന ആശയമുള്ള ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂ തുൽഹാ റളിയല്ലാഹു തആല അൻഹു മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ നിങ്ങൾ എന്നെ ഒരുക്കണം. ഒരു യുദ്ധത്തിന്റെ സന്ദർഭമായതുകൊണ്ട് ആ യുദ്ധത്തിന് പോകാൻ നിങ്ങൾ എന്നെ സജ്ജമാക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് അവർ നിർവഹിച്ചിട്ടുള്ള ത്യാഗങ്ങളാണ്. ബലിയടക്കമുള്ള ഒരു ത്യാഗം എന്ന് പറയുമ്പോൾ അത് ബലിയിൽ ഒതുങ്ങുന്നതല്ല. അവർ നിർവഹിച്ചിട്ടുള്ള ത്യാഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അബൂ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അദ്ദേഹം ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തപ്പോ തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ നിങ്ങൾ എന്നെയും ഒരുക്കണം, അതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തിത്തരണം എന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, വാപ്പ നിങ്ങൾക്ക് പ്രായം ഒരുപാടായി, നിങ്ങൾ വയോവൃദ്ധനാണ്, അതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ നബിയുടെ കൂടെ യുദ്ധം ചെയ്ത ആളാണ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ യുദ്ധം ചെയ്ത ആളാണ്, ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ യുദ്ധം ചെയ്ത ആളാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് വിശ്രമിക്കും, ഞങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിട്ടില്ല. നിങ്ങൾ എന്നെ ഒരുക്കണം, ഒരുക്കി തരണം. അങ്ങനെ യുദ്ധത്തിന് പോകാൻ എല്ലാവിധ ഒരുക്കങ്ങളും മക്കൾ ചെയ്തു കൊടുക്കുന്നു. സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ട് വേണം അവർക്ക് ഉദ്ദിഷ്ട സ്ഥലത്ത് എത്താൻ. ആ യാത്രയിൽ അദ്ദേഹം കപ്പലിൽ വെച്ച് മരണപ്പെടുന്നു. അദ്ദേഹത്തെ മറമാടാൻ 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു തുണ്ട് മണ്ണ് കിട്ടിയത് എന്ന് കൂടെയുള്ള ആളുകൾ രേഖപ്പെടുത്തുന്നു. 7 ദിവസമായിട്ടും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് ഒരു ഒരു പകർച്ചയും ഉണ്ടായിരുന്നില്ല എന്നും തുടർന്നു കൊണ്ട് പറയുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ത്യാഗപരിശ്രമം നമുക്കങ്ങനെയുള്ള ഒരു സാഹചര്യമോ സന്ദർഭമോ ഇപ്പോഴില്ല. നമുക്കുള്ളത് ഇതുപോലെയുള്ള ബലികർമ്മങ്ങൾ നിർവഹിക്കുക, ഞാൻ ആദ്യം സൂചിപ്പിച്ച വിധത്തിലുള്ള ഇബാദത്തുകൾ ഭംഗിയായി നിർവഹിക്കുക, അതിൽ വീഴ്ച വരാതെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാൻ അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ബലികർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ ബലികർമ്മം നിർവഹിച്ചു കഴിയുന്നതുവരെ ശരീരത്തിലെ ഒരു മുടിയും നീക്കം ചെയ്യാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. ശരീരത്തിലെ കക്ഷരോമങ്ങളാകട്ടെ ഗുഹ്യ രോമങ്ങളാകട്ടെ ഒരു രോമവും നീക്കം ചെയ്യരുത്. അത് സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒരേപോലെ ബാധകമായ നിയമമാണ്. ഒരു സ്ത്രീ ബലികർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചു, അവർക്ക് അറവ് നടത്താം, സ്വന്തം നിലക്ക് തന്നെ അറുക്കാം, അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കാം. എന്തായിരുന്നാലും ബലികർമ്മം നിർവഹിക്കാൻ നിയ്യത്ത് ചെയ്ത ഒരാൾ ദുൽഹിജ്ജ 1 മുതൽക്ക് കർമ്മം നിർവഹിക്കപ്പെടുന്നതുവരെ ശരീരത്തിലെ മുടിയോ നഖമോ ഒന്നും ഒഴിവാക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുകും അൻ യുളഹിയ ഫല്യുംസിക അൻ ശഅരിഹി വഅദ്ഫാരി. ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞു, ബലികർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനൊരു വ്യക്തി അവന്റെ മുടി വെട്ടുകയോ നഖം മുറിക്കുകയോ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ പല സഹോദരങ്ങളും ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ടാകും. അവർ ഇവിടെ ബലികർമ്മം നിർവഹിക്കാനുള്ള കാശൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരെ ചെലവിലാണ്. അപ്പൊ ഇവിടെയുള്ള ബലികർമ്മം നിർവഹിച്ച് കഴിയണം അവർക്ക് അവിടെ മുടി വെട്ടാനും അവിടെ നഖം മുറിക്കാനും ഒക്കെ. ഇതത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇനിയിപ്പോ അഥവാ ഒരാള് ബലികർമ്മം നിർവഹിക്കാനൊക്കെ ഉദ്ദേശിച്ചു,
അയാൾ നഖം വെട്ടുകയോ മുടിയെടുക്കുകയോ ചെയ്താൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യരുത് എന്ന് റസൂൽ പറഞ്ഞു. ഒരാൾ അങ്ങനെ ചെയ്തു പോയാൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രായച്ചിത്തമൊന്നുമില്ല. നമ്മൾ സാധാരണ ഇപ്പൊ നോമ്പിന് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ചിലതിനൊക്കെ പ്രായച്ചിത്തമുണ്ട്. ഇവിടെ പ്രായച്ചിത്തമില്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അയാൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി അത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ബലികർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മാസപ്പിറവി കാണുന്നതിന് മുമ്പേ നഖവും മുടിയൊക്കെ വൃത്തിയാക്കണമെങ്കിൽ ഇപ്പോൾ അതിന്റെ സമയമാണ്. അപ്പൊ അതിൽ വീഴ്ച വരുത്താതെ അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബലികർമ്മം നിർവഹിക്കുന്ന കുടുംബത്തിലുള്ള വ്യക്തിക്കാണ് ഇത് ബാധകം. ഒരു വീട്ടില് വാപ്പയാണ് ബലികർമ്മം നിർവഹിക്കുന്നത്, വാപ്പയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള ആളുകൾക്ക് മുടി വെട്ടുന്നതിനോ നഖം മുറിക്കുന്നതിനൊന്നും വിരോധമില്ല. അതേപോലെ ബലികർമ്മം നിർവഹിക്കാൻ ഇപ്പോ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്റെ ബലി നീ ഒന്ന് നിർവഹിക്കുകയുണ്ടോ എന്ന് നമ്മൾ ഏൽപ്പിക്കുമല്ലോ. ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്കും ഈ വിധി ബാധകമല്ല. അയാൾക്ക് നഖം വെട്ടുന്നതിനോ അതേപോലെ മുടി മുറിക്കുന്നതിനോ ഒന്നും അയാൾക്ക് ഈ വിധി ബാധകമല്ല. ആരുടെ ചെലവിലാണ്, ആരാണോ ഇതിനുള്ള സംഖ്യ കൊടുക്കുന്നത്, അയാൾക്ക് മാത്രമുള്ള നിയമമാണിത് എന്നൊക്കെ നമ്മൾ ഇതിന്റെ വിധിവിലക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ ഷരീഫിന്റെ ഉമ്മയുടെ സഹോദരി ജ്യേഷ്ഠത്തി മൂത്തമ്മ മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ട്. ആ സഹോദരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയ ജീവിതം അല്ലാഹു സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. യാതൊരു ശിക്ഷയും വിചാരണയും കൂടാതെ ആദ്യ ചാൻസിൽ തന്നെ സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരെയും നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അവിടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു ഇടം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പലരും രോഗികളാണ്. രോഗങ്ങൾക്ക് അല്ലാഹു ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കുമ്പോൾ പരിപൂർണ ഈമാനോടുകൂടെ കണ്ണടക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم اجرنا من النار. اللهم احينا للكتاب والسنة ومتنا مع الإيمان والتوبة يا أرحم الراحمين.